ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, തപസ്സുകാലം 3-ാം ഞായർ ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്ന സുവിശേഷം ലൂക്ക 13-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങളാണ്. ലൂക്ക സുവിശേഷകന്റെ മാത്രം ഉറവിടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വചനഭാഗമാണ് ഇത്. ഇതിലെ 2 സംഭവങ്ങൾ ചരിത്രത്തോട് ചേർന്ന് നിന്ന് ലൂക്ക രേഖപ്പെടുത്തുന്നു. ഒന്ന്, പിലാത്തോസിന്റെ സൈന്യം ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ഏതാനും ഗലീലിയരെ വകവരുത്തിയതാണ്. ഗലീലിയിൽ നിന്നുള്ള ഈ തീർത്ഥാടകർ ജെറുസലേം ദേവാലയത്തിൽ മൃഗങ്ങളെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. ബലിയർപ്പിക്കപ്പെട്ട മൃഗങ്ങളുടെ രക്തത്തോടൊപ്പം ഗലീലിയരുടെ രക്തവും കലർന്നു. ഇതായിരിക്കാം ചിലർ യേശുവിനെ അറിയിച്ചത്. ഈ സംഭവത്തിന് അടിസ്ഥാനമായി മറ്റ് രേഖകൾ ഇല്ലെങ്കിലും സമാനമായ സംഭവങ്ങൾ ജോസെഫൂസിനെ പോലുള്ള യഹൂദ ചരിത്രകാരന്മാർ വിവരിച്ചിട്ടുണ്ട്. പിലാത്തോസിന്റെ സൈന്യവും യഹൂദരും തമ്മിൽ ഏറ്റുമുട്ടിയതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള രക്തച്ചൊരിച്ചിലുകൾ അക്കാലത്ത് സ്വാഭാവിക സംഭവങ്ങളായിരുന്നു. ഉദാഹരണമായി, ജെറുസലേമിൽ റോമൻ പ്രതിമകൾ സ്ഥാപിച്ചതിൻ്റെ ഫലമായി യഹൂദരും പിലാത്തോസിൻ്റെ സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ. ഈ സംഭവം യേശുവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നവരുടെ ലക്ഷ്യം പ്രത്യക്ഷത്തിൽ പ്രകടമല്ല. നരഹത്യകൾക്കും ദുരന്തങ്ങൾക്കും കാരണമായി തീരുന്നത് മനുഷ്യരുടെ പാപമാണെന്ന ഒരു ധാരണ അന്ന് പലരും പുലർത്തിപ്പോന്നിരുന്നു. അപ്രകാരം ജെറുസലേമിൽ കൊല്ലപ്പെട്ട ഗലീലിയർ കൂടുതൽ പാപികളായിരുന്നോ എന്ന ചിന്തയായിരിക്കണം യേശുവിൻ്റെ മുന്നിലേക്ക് ഉയർത്തപ്പെട്ടത്. ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കൊല്ലപ്പെട്ട ഗലീലിയർ പാപികളായിരുന്നുവെന്ന നിലപാട് യേശുവിനില്ല. ദുരന്തത്തിന് ഇരയായവർ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ പാപികളല്ല. എന്നാൽ ഈ സംഭവത്തിലൂടെ മറ്റുള്ളവർ ഉൾക്കൊള്ളേണ്ട പാഠമാണ് അവിടുന്ന് രേഖപ്പെടുത്തുന്നത്: പശ്ചാത്തപിക്കുക. കാരണം പശ്ചാത്താപത്തിലൂടെ മനുഷ്യൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രമാകുന്നു. ലൂക്ക ഇവിടെ വിവരിക്കുന്ന 2-ാമത്തെ സംഭവം ജെറുസലേം നഗരത്തിൽ സിലോഹ കുളത്തിന് സമീപമുള്ള ഒരു പഴയ ഗോപുരം തകർന്നു വീണ ദുരന്തമാണ്. ഈ ദുരന്തത്തിൽ 18 ജെറുസലേം നിവാസികൾ കൊല്ലപ്പെട്ടിരുന്നു. സിലോഹ ഗോപുരം തകർന്നു വീണ സംഭവവും മറ്റ് രേഖകളിലൊന്നും കണ്ടെത്തുന്നില്ല. ജെറുസലേം പട്ടണത്തിൻ്റെ ദക്ഷിണ ഭാഗത്താണ് സിലോഹ കുളം ചുറ്റുമതിൽ ഗോപുരവും നിലനിന്നിരുന്നത്. 18 പേരുടെ ജീവൻ അപഹരിച്ച ഈ ദാരുണ സംഭവത്തെയും യേശുവിൻ്റെ മുമ്പിൽ എത്തിക്കുന്നത് അവർ കൂടുതൽ പാപികളായിരുന്നോ എന്ന ചോദ്യവുമായിട്ടാണ്. ഇവിടെയും ദുരന്തത്തിന് അടിമപ്പെട്ടവർ പാപികളായിരുന്നുവെന്ന നിലപാട് യേശു സ്വീകരിക്കുന്നില്ല. മനുഷ്യന്റെ പാപമാണ് അവൻ നേരിടുന്ന നാശത്തിനും കലാപങ്ങൾക്കും കാരണമെന്ന പഴയ നിയമ കാഴ്ചപ്പാട് യേശു ഒരിക്കൽ കൂടി തള്ളിക്കളയുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, പകരത്തിന് പകരം എന്ന തത്വത്തിലെ പാപി ശിക്ഷിക്കപ്പെടും എന്ന ധാരണ യേശു ഇവിടെ നിരാകരിക്കുന്നു. പ്രിൻസിപ്പിൾ ഓഫ് റെട്രിബ്യൂഷനിലെ പാപി ശിക്ഷിക്കപ്പെടും എന്ന ധാരണ യേശു ഇവിടെ നിരാകരിക്കുകയാണ്. പകരം ദുരന്തങ്ങളിൽ നിന്നും മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട പാഠമാണ് ഉയർത്തിപ്പിടിക്കുന്നത്: പശ്ചാത്തപിക്കുവിൻ. പശ്ചാത്താപത്തിലൂടെ ശിക്ഷയിൽ നിന്നും രക്ഷയുടെ അനുഭവത്തിലേക്ക് മനുഷ്യൻ ഉയരുന്നു. അന്ത്യം എപ്പോഴും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം: അസുഖം, അപകടം, കലാപം എന്നിവയിലൂടെ.
മനുഷ്യജീവിതം നീർക്കുമിളകൾ പോലെയാണ്, ഏതു നിമിഷവും ഇല്ലാതാകാം. ഇവിടെ യേശു നൽകുന്ന മുന്നറിയിപ്പ് മനുഷ്യൻ എത്രമാത്രം ദൈവകരുണയിൽ ആശ്രയിക്കേണ്ടവൻ എന്നതാണ്. ആത്മാർത്ഥമായ പശ്ചാത്താപം ദൈവ ആശ്രയത്തിലേക്കുള്ള പാത തെളിയിക്കുന്നു, ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് യേശു ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമ കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഉപമ പ്രാചീന പൗരസ്ത്യ സാഹിത്യ ശാഖകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒരു നദീതടത്തിൽ ഫലം നൽകാതെ വളർന്നു നിന്ന ഒരു പനവൃക്ഷത്തോട് അതിൻ്റെ യജമാനൻ സ്വീകരിച്ച നിലപാടാണ് കഥാതന്തു. ഇവിടെ ഫലദായകമല്ലാത്തതിനാൽ മുറിച്ചു മാറ്റുവാൻ തയ്യാറായ യജമാനനോട് ശുശ്രൂഷകൻ 1 വർഷം കൂടി സാവകാശം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അത്രയും നാൾ നിലനിർത്തിയിട്ടും ഫലദായകമല്ലെന്ന് കണ്ടതിനാൽ യജമാനൻ ആ വൃക്ഷത്തെ നാമാവശേഷമാക്കുന്നു. എന്നാൽ യേശു പ്രതിപാദിച്ച അത്തിവൃക്ഷത്തിൻ്റെ ഉപമയിൽ കൃഷിക്കാരൻ്റെ ഇടപെടൽ നിമിത്തം ഫലം നൽകാനായി 1 വർഷം കൂടി സാവകാശം ലഭിക്കുകയാണ്. മേൽപ്പറഞ്ഞ സാഹിത്യ ദർശനത്തിൽ വൃക്ഷത്തിന് യജമാനൻ്റെ ദയ ലഭിക്കുന്നില്ല. യേശുവിൻ്റെ ഉപമയിലാകട്ടെ വൃക്ഷം യജമാനൻ്റെ കരുണയ്ക്ക് പാത്രമാകുന്നു. 2 ദാരുണ സംഭവങ്ങളും ഉപമയും വിരൽ ചൂണ്ടുന്നത് പശ്ചാത്താപത്തിലൂടെ മനുഷ്യന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ കരുണയും ജീവിതം ഫലദായകമാക്കുവാനുള്ള സാവകാശവുമാണ്. ചിലർ യേശുവിൻ്റെ ഉപമയെ ആലങ്കാരികമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്രകാരം വൃക്ഷം ഇസ്രായേലിയരും യജമാനൻ ദൈവവും കൃഷിക്കാരൻ യേശുവുമാണ്. അത്തിവൃക്ഷം പിന്നിട്ട 3 വർഷം യേശുവിൻ്റെ പരസ്യജീവിതകാലവും വീണ്ടും ലഭിക്കുന്ന 1 വർഷം അതിവേഗമുള്ള യേശുവിൻ്റെ തിരിച്ചുവരവും സൂചിപ്പിക്കുന്നു. ആലങ്കാരിക വ്യാഖ്യാനം എന്തുതന്നെയായാലും ഉപമയിലൂടെ യേശു നൽകാൻ ശ്രമിക്കുന്ന പാഠമാണ് പ്രസക്തം. തീർത്തും നൈമിഷികമായ ജീവിത കാലയളവാണ് മനുഷ്യന് ലഭിച്ചിരിക്കുന്നത്. അതിലെത്രയോ ഭാഗം പാഴായി പോയിട്ടുണ്ടെങ്കിലും ഇനിയും അവശേഷിക്കുന്ന കാലം അത് എത്രയോ ചെറുതാണെങ്കിലും അനുദപിച്ച് സത്മാർഗ ജീവിതം നയിക്കുവാൻ മനുഷ്യൻ ക്ഷണിക്കപ്പെടുന്നു. അതിലൂടെ ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൽ അഭയം പ്രാപിക്കുവാൻ നിസ്സഹായനായ മനുഷ്യന് ശക്തി ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, നോമ്പ് കാലത്ത് ശരിയായ പശ്ചാത്താപത്തിലൂടെ ഉണങ്ങി വരേണ്ട നമ്മുടെ ജീവിതത്തിൽ ഫലദായകമായ ഒരു പൂക്കാലം ലഭിക്കുവാൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. അത്യാഹിതങ്ങളും ദുരിതങ്ങളും വേദനകളും വ്യക്തിഗത പാപങ്ങളുടെ ഫലമാണെന്ന അബദ്ധധാരണയിൽ നിന്ന് മോചനം പ്രാപിച്ച് ഇനിയുള്ള ഹ്രസ്വ ജീവിതത്തിൽ തിന്മയെ ഉപേക്ഷിച്ച് നന്മയുടെ ജീവിതം നയിക്കുവാൻ നമുക്കാകട്ടെ. നമ്മുടെ കർത്താവ് കരുണയുടെ ദൈവമാണ്. അവിടുന്ന് പശ്ചാത്തപിക്കുന്നവരോട് പ്രത്യുത്തരിക്കുന്നു എന്നതാണ് അത്ഭുതകരമായ വാർത്ത. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.